ചവറ ബ്ലോക്ക് പഞ്ചായത്തിന് 62 കോടി 62 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റ്. 62 കോടി 36 ലക്ഷം ചെലവും 25,80,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അവതരിപ്പിച്ചത്. ആരോഗ്യ മേഖലയ്ക്കായി 1.15 കോടി രൂപ നീക്കിവെച്ചു. പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 85 ലക്ഷം രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കും. 62 കോടി 62,80,084 രൂപ വരവും 62 കോടി 36,27,913 രൂപ ചെലവും 25,80,171 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അവതരിപ്പിച്ചത്. പട്ടികജാതി ക്ഷേമ പരിപാടികൾക്കായി 85 ലക്ഷം രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കും. പട്ടികജാതി കുടുംബങ്ങൾക്ക് സ്മാർട്ട് കിച്ചൺ പദ്ധതി, വിദ്യാർത്ഥികൾക്ക് പഠനമുറി, പട്ടികജാതി യുവാക്കൾക്ക് വാദ്യോപകരണം എന്നിവ നടപ്പാക്കാനുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണ പദ്ധതികൾ, ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളും ഈ മേഖലയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ലഭ്യമായ ഫണ്ട് എല്ലാ മേഖലകളിലും എത്തും വിധം സമഗ്രമായ ബജറ്റ് തയ്യാറാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിലേക്ക് കൂടി ഈ വികസന പാതാവ് നിർമ്മിക്കാവുന്ന തരത്തിൽ 62 കോടി 62,80,084 രൂപ വരവും 62 കോടി 36,27,913 രൂപ ചെലവും 25,86,171 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 വർഷത്തിലേക്കുള്ള ബജറ്റ് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ പരിശോധനയ്ക്കും ചർച്ചയ്ക്കും വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. നീണ്ടകര താലൂക്ക് ആശുപത്രി, ചവറ CHC ആരോഗ്യ മേഖലയ്ക്ക് 1.53 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ക്യാൻസർ നിർണയ ക്യാമ്പ്, മരുന്ന് വാങ്ങൽ, പാലിയേറ്റീവ് കെയർ, സ്ഥിരം ജീവനക്കാർക്ക് പുറമെ അധിക ജീവനക്കാരുടെ നിയമനം, ഡയാലിസിസ് യൂണിറ്റ്, എക്സ്റേ യൂണിറ്റ്, ഡിജിറ്റലൈസേഷൻ, കരൾ വൃക്ക രോഗങ്ങളുടെ സ്ക്രീനിംഗ്, മെയിൻ്റനൻസ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, വെന്റിലേറ്റർ, സ്കാനിംഗ് എന്നിവയ്ക്കായാണ് തുക പ്രയോജനപ്പെടുത്തുക. തൊഴിലുറപ്പ് പദ്ധതിക്കായി 45 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്കും മത്സ്യമേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും കൂടുതൽ പ്രാധാന്യം ഉറപ്പാക്കുക, നമ്മുടെ ബ്ലോക്കിനെ ഭിന്നശേഷി ബ്ലോക്കായും സ്ത്രീ സൗഹൃദ ബ്ലോക്കായി മാറ്റുക എന്നതാണ് നമ്മുടെ ഭരണസമിതിയുടെ ലക്ഷ്യം. ബജറ്റ് വിതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് തന്നെ 4ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നതും ചവറയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടമായി. അതിന് ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയ പദ്ധതികൾ കൂട്ടായി നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. ഇതിന്റെ എല്ലാം ടീം ചവറ എന്ന നിലയിലേക്ക് ജീവനക്കാരും ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും ഒരുമിച്ച് മുമ്പോട്ട് പോയതിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ പദ്ധതിയുടെ കാലഘട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. നമുക്ക് അനുവദിക്കപ്പെട്ട പ്ലാൻ ഫണ്ട് 100% ചിലവാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ബഡ്ജറ്റിലേക്ക് കടക്കുന്നത്. പ്ലാൻ ഫണ്ട് മാത്രമല്ല, മെയിന്റനൻസ് ഗ്രാന്റും 0 ബാലൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബഡ്ജറ്റ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.